നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉടനില്ല. അൻവർ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പറയുന്നില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ പി ശശിക്കെതിരെ തെറ്റുകൾ കണ്ടെത്തിയാൽ പരിശോധിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു. എന്നാലും പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകുമെന്ന് PV അൻവർ പറഞ്ഞു. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി. സ്വയം പ്രതിരോധം തീർത്താണ് തൽക്കാലം പി ശശിക്കെതിരെ പരിശോധന വേണ്ടെന്ന CPIM തീരുമാനം. ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PV അൻവർ പരാതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് സർക്കാർ തലത്തിലാണ് അത് പരിശോധിക്കുക. അൻവറിന്റെ പരാതിയിൽ പി ശശിയില്ല. പോലീസ് അന്വേഷണത്തിൽ പി ശശിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ അന്വേഷിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. MV ഗോവിന്ദന്റെ പരാമർശത്തിന് പിന്നാലെ പി ശശിക്കെതിരെ പരാതി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകുമെന്ന് PV അൻവർ. അല്ല, പരാതി ഞാൻ കൊടുക്കും. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്താ പറഞ്ഞു പരാതി എഴുതി തന്നെ അന്വേഷിക്കുന്നല്ലോ. ഞാൻ എഴുതി കൊടുക്കും. എന്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കില്ല, അത് ഞാൻ എഴുതി കൊടുക്കും. PV അൻവർ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിച്ചത് തെറ്റെന്നും സംസ്ഥാന സെക്രട്ടറി. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ്. അങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം അൻവറിന്റെ പരാതി ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത് മെറിറ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ബാക്കി കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും PV അൻവറിന്റെ ആരോപണം അത് വളരെ വിശദമായി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും പി ശശിക്കെതിരായ ആരോപണം അത് എഴുതി നൽകിയിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണം, അതിന് മറുപ്രതികരണം PV അൻവർ നൽകുകയും ചെയ്തു. അതെന്തായാലും അടുത്ത ദിവസം ഉണ്ടാകും. അതിനുശേഷം എന്താണ് അതിൽ പാർട്ടി എടുക്കുന്ന നിലപാട്, അതിൽ പാർട്ടിയുടെ പ്രതികരണം, അതൊക്കെ തന്നെ ഇനിയിപ്പോൾ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ്. EP ജയരാജന്റെ പിണക്കത്തിലും PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളിലും കലങ്ങിമറിഞ്ഞ് CPIM രാഷ്ട്രീയം. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ജാഗ്രതയോടെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സർക്കാരിൽ സമാന്തര അധികാര സംവിധാനമില്ലെന്ന പ്രഖ്യാപനവുമായി P ജയരാജൻ രംഗത്തെത്തി. അതേസമയം LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട EP ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തിയതുമില്ല. PV അൻവർ തുറന്നുവിട്ട ആരോപണങ്ങൾ CPIM ബ്രാഞ്ച് സമ്മേളനങ്ങളെ ചെറുതല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങളാകട്ടെ ഒന്നിനു പിറകെ ഒന്നായി പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് വഴി തുറക്കുന്നു. CPIM-ൽ മുൻപില്ലാത്ത ഒരു ശാക്തികചേരി രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണയില്ലാതെ PV അൻവർ ഇത്ര കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. ഇതിനെല്ലാം പിന്നിലുള്ളവരിൽ P ജയരാജനുമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന അഭ്യൂഹം വരെ ശക്തമായി. ഇതോടെയാണ് P ശശിയെ തള്ളിപ്പറയുകയും PV അൻവറിനെ പിന്തുണയ്ക്കുകയും ചെയ്ത റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞ് P ജയരാജൻ രംഗത്തെത്തിയത്. അപ്പോഴും PV അൻവറിനോടുള്ളത് സുരക്ഷിത അകലം മാത്രമെന്ന് വ്യക്തം. എനിക്ക് ഈ റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ആളുകൾ വരുന്നു എന്ന നിലക്ക് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം വ്യാജ വാർത്തകളൊന്നും കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്നും P ജയരാജൻ അറിയിച്ചു. LDF കൺവീനർ സ്ഥാനം പോയതോടെ പിണങ്ങിയ EP ജയരാജനും പുസ്തകമെഴുത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പാർട്ടിയുമായുള്ള അകലം തുടരുമെന്ന് വ്യക്തമാക്കിയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള EP ജയരാജന്റെ വിട്ടുനിൽക്കൽ. തുടർച്ചയായി കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിന്ന സമകാലിക ചരിത്രമുണ്ട് EP ജയരാജന്.
പിന്നീട് മുഖ്യമന്ത്രി അടക്കം അനുനയിപ്പിച്ചാണ് നേതൃനിരയിൽ സജീവമാക്കിയത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ ഉറപ്പിച്ചു പറയുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു. PV അൻവർ ഒരു ഭരണപക്ഷത്തെ ശക്തനായ MLA ആണ്. അദ്ദേഹം നടത്തിയൊരു ആരോപണം, വെളിപ്പെടുത്തൽ, അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു, അത് വലിയ സമരമായി അവർ പ്രഖ്യാപിക്കുന്നു. അതൊക്കെ ആ രീതിയിൽ പരിഹസിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി CPM ചെയ്തത്. പക്ഷേ എന്തായാലും ആ സമരവുമായി, ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മറുപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും ഈ വെളിപ്പെടുത്തലുകളിൽ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായി. KPCC അധ്യക്ഷൻ K സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. പോലീസുകാരുടെ തോന്നിവാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലെന്ന് VD സതീശനും പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകര ജീവിയാണ് എന്റെ നാട്ടുകാരൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇവിടെ ഒരു നീതിന്യായവുമില്ല, നീതിയുമില്ല, നീതിബോധവുമില്ല. ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി. കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വലിയ പ്രതിഷേധം ഇപ്പോൾ പ്രജൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭരണപക്ഷ MLA ഉയർത്തിയ ആരോപണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്. അതിൽ സത്യം പറഞ്ഞാൽ MV ഗോവിന്ദന്റെ പ്രതികരണം അത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതികരണം എന്നത് മാത്രമേ. പക്ഷേ അല്ലാതെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭരണപക്ഷ MLA തന്നെ ഒരു ആരോപണം, അതും ഭരിക്കുന്ന സർക്കാരിനെതിരെ, അതെ, ആ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന പരാതി ഉന്നയിക്കുന്നു. സ്വാഭാവികമല്ലേ അപ്പോൾ പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്? എന്നാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത്, അതിന് വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താം. സിനിമാ നയ രൂപീകരണ സമിതി ചർച്ചകൾ തുടങ്ങുന്നു എന്നാണ് വാർത്ത. നയ രൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ച നാളെ ഉണ്ടാകും. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായി ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം സലിം മാലിക് നൽകും. അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നാൽ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ വെള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. തൊണ്ടയിടറിയതാണ്. ഒപ്പം തന്നെ സാരമില്ല, ഇത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. ജലീൽ പറയുന്നു വെള്ളി വീണാൽ ഇടിയും മിന്നലും ഇല്ലാതിരുന്നത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. പിന്നെ യൂസഫ് പറയുന്നു പ്രജൻ പ്രവിത പാട്ടടിപൊളി, മോർണിംഗിലും പാടാൻ സമയം കണ്ടെത്തുക. വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രസിഡന്റ് പ്രവിതയിലേക്ക്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ച നാളെ. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനയുമായി ചർച്ച നടത്തും. ചലച്ചിത്ര അക്കാദമി ചെയർമാനും പങ്കെടുക്കും. സലിം മാലിക്കാണ് വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിലുള്ളത്. സലിം, അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ നയരൂപീകരണ സമിതിയുടെ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ആരൊക്കെയായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുക നാളെ? പ്രവിത, വലിയ വിവാദങ്ങൾക്കൊടുവിൽ അത് അനന്തമായി നീണ്ടുപോകുന്നു എന്ന് കരുതിയെടുത്തു നിന്ന് വളരെ വേഗത്തിൽ ഈ സിനിമാ നയരൂപീകരണ സമിതി അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഈ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെട്ട ആളുകൾ, അതിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള വിവാദമൊക്കെ ഉയർന്നതിനെ തുടർന്ന് ഈ നയരൂപീകരണ സമിതിയും അതിന്റെ ചർച്ചയും അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നത്, മുന്നോട്ട് പോയതേ ഉണ്ടായിരുന്നില്ല. ഏറെക്കാലമായി നയരൂപീകരണ സമിതി രൂപീകരിച്ചിട്ടെങ്കിലും അതിന്റെ ആദ്യ ചർച്ച മാസങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. അത് നാളെ വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും സംഘടനയുമായാണ് എറണാകുളത്ത് വെച്ച് ചർച്ച നടക്കുക. അതിനുശേഷം മറ്റ് സംഘടനകളുമായും അതിനു പിന്നാലെ സിനിമാ മേഖലയിൽ ഓരോ സംഘടനകളുമായും ചർച്ച നടത്താനാണ് തീരുമാനം. അങ്ങനെ ഈ സംഘടനകളിൽ നിന്നെല്ലാമുള്ള ഒരു അഭിപ്രായം, അതിന്റെ ഒരു സമന്വയ രൂപം സിനിമാ നയത്തിൽ ഉൾപ്പെടുത്തും. അതിനുശേഷം സിനിമാ നയത്തിന്റെ ഒരു കരട് രൂപം തയ്യാറാക്കിയതിനു ശേഷം അത് സിനിമാ കോൺക്ലേവിൽ അവതരിപ്പിക്കാനാണ് നിലവിൽ സർക്കാരിന്റെയും ഈ നയരൂപീകരണ സമിതിയുടെയും പദ്ധതി. ആ കോൺക്ലേവിന് ശേഷം അവിടെ നിന്ന് കൂടി ഉൾപ്പെടുന്ന അഭിപ്രായവും പിന്നീട് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളും കൂടി സ്വീകരിച്ചതിന് ശേഷം
സിനിമാ നയം ഈ വർഷം അവസാനത്തോടെയോ അതുമല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെയോ അതിന്റെ പൂർണ്ണ രൂപം രൂപീകരിക്കുക എന്നുള്ളതാണ് സിനിമാ നയ രൂപീകരണ സമിതിയുടെ നിലവിലെ പദ്ധതി. നാളെ നടക്കുന്ന ചർച്ചയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഒപ്പം തന്നെ സിനിമാ നയ രൂപീകരണ സമിതിയിലെ ഏറെക്കുറെ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനയും ഈ ചർച്ചയിൽ പങ്കെടുക്കും. പ്രവിത. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. നാളെയാണ് ആ ചർച്ച നടക്കുക. ചലച്ചിത്ര അക്കാദമി ചെയർമാനും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത ഇന്ന് പുറത്തു വന്നത് വീട്ടമ്മയുടെ പീഡന ആരോപണത്തിന് പിന്നിൽ മുട്ടിൽ മരം മുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ. വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും മുൻ SP സുജിത് ദാസും DYSP VB ബെന്നിയും CI വിനോദ് വലിയാട്ടൂരും പറഞ്ഞു. 3 പേരും ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു വീട്ടമ്മയുടെ പരാതി. മുൻ മലപ്പുറം SP സുജിത് ദാസ് IPS, DYSP VB ബെന്നി, SHO വിനോദ് മലയാറ്റൂർ എന്നിവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. വിളിച്ച് കൊച്ചിനെ കൊണ്ടുവരണ്ട, നീ തനിച്ച് വായോന്ന്. അപ്പൊ ഞാൻ പോയി SP ഓഫീസും കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെ പോയി. പക്ഷെ എനിക്ക് സ്ഥലം അവിടെ കിട്ടായിട്ട് അറിയില്ല. ഞാൻ അവിടെ പോയപ്പോ SP മാത്രം ഒരു ചർച്ച് വീട് ഒരു നില വീട്. ആരോപണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്ന VB ബെന്നി പ്രതികരിച്ചു. വാർത്ത ആദ്യം നൽകിയ ചാനലിന്റെ ഉടമകളാണ് ആരോപണത്തിന് പിന്നിൽ. മുട്ടിൽ മരമുറി കേസിലെ വൈരാഗ്യമാണ് കാരണമെന്നും VB ബെന്നി 24-നോട് പറഞ്ഞു. ഇത് ഇപ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം ആദ്യം പുറത്തു വിട്ടിരിക്കുന്ന ഒരു ചാനൽ, അതിനാണ് ഇന്റർവ്യൂ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ചാനലിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ കേസിലെ മെയിൻ അക്യൂസ്ഡാണ്. ആ ഒരു വ്യക്തിവിരോധം തീർക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ. തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയെന്ന് CI വിനോദ് മലയാറ്റൂരും പ്രതികരിച്ചു. താനൂർ കസ്റ്റഡി മരണക്കേസിൽ നടപടി നേരിട്ട SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് പരാതിക്കാരിയെന്നും ഇവർ നേരത്തെ പല പരാതികളും നൽകുകയും സ്റ്റേഷന് പുറത്ത് ഒത്തുതീർപ്പാക്കാറുമാണ് പതിവെന്നും CI പറഞ്ഞു. ഇതറിഞ്ഞതോടെ ഇവരുടെ എല്ലാ പരാതികളും കേസെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും CI വിനോദ് ആവശ്യപ്പെട്ടു. ചില പോലീസുകാരോട് പറഞ്ഞു, സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കുമെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ, നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ആരോപണത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന SP സുജിത് ദാസും പ്രതികരിച്ചു. ഞാൻ ഇതിന്റെ പുറകിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഞാൻ കാണുന്നുണ്ട്. നിയമപരമായിട്ട് എടുക്കേണ്ട നടപടികൾക്ക് ക്രിമിനലായിട്ടും സിവിലായിട്ടും ഉള്ള ഡീഫേമേഷൻ നടപടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. 24 തിരൂർ. അപ്പോൾ എന്തായാലും അൻവർ ആദ്യം ഈ മുൻ SP ക്കെതിരെ ഒരു ആരോപണം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ രീതിയിലുള്ള പരാതികൾ കൂടി പൊങ്ങി വരുന്നുണ്ട്. എന്തായാലും അത് സ്വല്പം ആഭ്യന്തര വകുപ്പിന് എന്താണ് പ്രശ്നമായിട്ട് മാറിയിട്ടുമുണ്ട്. എന്തായാലും ഈ ബലാത്സംഗ ആരോപണം കൂടി ഉയർന്നു വന്നതോടെ ആഭ്യന്തര വകുപ്പ് തീർത്തും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പരാതിയുമായി സമീപിക്കുന്ന സ്ത്രീകളെ SP അടക്കം വലയിലാക്കി ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ഇടത് സർക്കാർ സ്ത്രീപക്ഷത്താണെന്ന അവകാശവാദത്തിന്റെ മുനയൊടിക്കുന്നതാണ്. ഓരോ ദിവസവും പുതിയ പരാതിക്കാർ രംഗത്ത് വരുന്നത് മലപ്പുറത്ത് ഇനിയും അൻവർ ഇഫക്റ്റിന്റെ ചലനങ്ങൾ ഉണ്ടാക്കും എന്നതിന്റെ സൂചന കൂടിയാണ്. SP, DYSP, CI ഒരു ജില്ലയിലെ പോലീസിന്റെ അധികാര ശ്രേണിയാണിത്. ഈ 3 പദവികളിലിരിക്കുന്നവർ പരാതിയുമായെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. നീതി തേടി സമീപിക്കുന്ന സംവിധാനം സെക്സ് റാക്കറ്റ് പോലെ പ്രവർത്തിക്കുന്നെന്ന ആരോപണം ഗുരുതരമാണ്. സാധാരണഗതിയിൽ പോലീസ് നേതൃത്വത്തിനെതിരെ ആരോപണമുയർന്നാൽ ഉദ്യോഗസ്ഥർ പരസ്യ പ്രതികരണത്തിന് മുതിരാറില്ല. എന്നാൽ പ്രശ്നത്തിന്റെ ഗൗരവം മുന്നിൽ കണ്ടാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഇന്ന് പുറത്തുവന്ന വിശദീകരണം നൽകിയത്. വാർത്താസമ്മേളനം വിളിച്ച മട്ടിലായിരുന്നു പലരുടെയും പ്രതികരണം. ഉന്നതോദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമങ്ങളെ കണ്ടതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതും യാദൃശ്ചികമല്ല. ഒരു വെറും പരാതിക്കാരിയല്ല തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്ന ഉത്തമ ബോധ്യമാണ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. പിന്നിലുള്ള അൻവർ എന്ന ശക്തിയെ അവർ തിരിച്ചറിയുന്നു. SP-മാരായ സുജിത് ദാസിനും ശശിധരനും നേർക്കു മാത്രമല്ല അൻവറിന്റെ യുദ്ധമെന്നും മനസ്സിലാക്കുന്നു. നേരത്തെ തങ്ങൾക്ക് അതൃപ്തിയുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ രംഗത്ത് വന്നപ്പോൾ സേനയിലെ ഒരു വിഭാഗത്തിന്റെ നിശബ്ദ പിന്തുണയുണ്ടായിരുന്നു. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ സേനയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്ന് കണ്ടായിരുന്നു ഈ പിന്തുണ. എന്നാൽ പരിധി വിട്ടുള്ള നീക്കത്തിലേക്ക് അൻവർ കടന്നതോടെ സാഹചര്യം മാറി. അൻവർ ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സേന ഒറ്റക്കെട്ടായി. പോലീസും അൻവറും മലപ്പുറത്തിപ്പോൾ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ്. അൻവറിന്റെ അടുത്ത വെടിപൊട്ടിക്കൽ എന്താകുമെന്നതാണ് ഇനി അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.
അങ്ങനെ PV അൻവറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ, അതിന്റെ പ്രതികരണങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ ചലനങ്ങൾ ഉറപ്പായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലേ പ്രജൻ? അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളിലേക്കും കമന്റുകളിലേക്കും നമ്മൾ പെട്ടെന്ന് വരും. വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് കിടക്കുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ പേരും ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബജ്രംഗ് പൂനിയയെ കിസാൻ കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, തങ്ങൾ സമരം ചെയ്ത കാലത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ പാർട്ടിയോടൊപ്പം ചേർന്ന് രണ്ടുപേരും ചേർന്നതിന് ഒരു ദിവസം തികയുന്നതിന് മുൻപ് തന്നെ അവരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് പാർട്ടി തന്നെ നയിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വിനേഷ് ഫോഗട്ട് ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ ഇന്ന് AICC-യിലെത്തിയാണ് ഇരുവരും കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 31 പേരുടെ പേരുകൾ അടങ്ങിയതാണ് ആദ്യഘട്ട പട്ടിക. ഒപ്പം തന്നെ മറ്റു പട്ടിക ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഈ ആദ്യഘട്ട പട്ടികയിൽ തന്നെ വിനേഷ് ഫോഗട്ടിന്റെ പേരുണ്ട്. ജുലാന മണ്ഡലത്തിൽ നിന്ന് വിനേഷ് ഫോഗട്ട് മത്സരിക്കും. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബജ്രംഗ് പുനിയയ്ക്കും കിസാൻ സഭയുടെ ഒരു പ്രധാന ചുമതല തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൂഡയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള, അതായത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഇരുവരുടെയും ഈ അംഗത്വത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ തന്റെ ഏറ്റവും മോശമായ സമയത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലാണ് നമുക്ക് ആരൊക്കെയാണ് നമുക്കൊപ്പം ഉണ്ടാവുക എന്നത് കൂടി അറിയാൻ കഴിയുമെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ റെസ്ലിംഗിൽ താൻ തന്റെ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷെ തന്നെ ദൈവം നിയോഗിച്ചത് ജനങ്ങളെ സേവിക്കാനായിരുന്നുവെന്നായിരുന്നു ഈ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം വിനേഷ് ഫോഗട്ടിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുൻപ് 31 പേരുടെ പേരുകൾ അടങ്ങിയ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയും. അതേസമയം ഹരിയാനയിൽ മറ്റ് ചൂടുപിടിച്ച ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതകളും നേതാക്കൾ തേടുന്നുണ്ട്. പക്ഷെ അതേസമയം ആ സഖ്യ സാധ്യതകൾ ഇപ്പോഴും വിദൂരമാണെന്ന തരത്തിലുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നു. നാളെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ഒരു പക്ഷേ ആരെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. വിനേഷ് ഫോഗട്ടിനെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കൃത്യമായ സന്ദേശം മറുപക്ഷത്തിന് നൽകുകയാണ് ആ പാർട്ടി. പ്രജൻ, ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബസ് മിനി ട്രക്കിലിടിച്ച് മരിച്ചവരുടെ എണ്ണം 15 എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. 7 പുരുഷന്മാരും 4 സ്ത്രീകളും 4 കുട്ടികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 11 പേർ ചികിത്സയിൽ തുടരുന്നുമുണ്ട്. ഹത്രാസ് NH93-ലാണല്ലേ അപകടമുണ്ടായത്. മറ്റൊരു രാഷ്ട്രീയ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പൂരം കലക്കി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJPയുടെ കുടയുടെ തണലിലാണ് കേരള മുഖ്യമന്ത്രിയുള്ളത്. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും മഹാമൗനത്തിന്റെ മാളങ്ങളിൽ മുഖ്യമന്ത്രി ഒളിച്ചു എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ച് തകർക്കാൻ അരിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു? ഈ കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ DGP അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് BJPയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത്. ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ്. പൂരം കലക്കി പിണറായി വിജയൻ. അപ്പോൾ അങ്ങനെ ആ വിവാദങ്ങൾ പല രീതികളിലായി കൊഴുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമാണ് പ്രധാനമായും അവരുടെ നീക്കം. ഇനി നമ്മുടെ കമന്റ്സിലേക്ക് പെട്ടെന്ന് വരാം. ഒരുപാട് കമന്റുകൾ നമ്മൾ നേരത്തെ തന്നെ കാണുന്നുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചാണ് ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. അരുൺ ദേവ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്നതാണ്. പഴയ അടിസ്ഥാനരഹിതമായ ഫയലുകൾ പൊടിതട്ടിയെടുത്ത് പ്രതികാരം തീർക്കുന്നു എന്ന രീതിയിൽ പറയുന്നു. നേരത്തെ പോലീസുമായി ബന്ധപ്പെട്ട ആ സ്റ്റോറി കണ്ടതിന് ശേഷമായിരിക്കാം അത്തരമൊരു കമന്റ് വന്നത്.
പിന്നെന്താ വിനീത് നാരായണൻകുട്ടി പറയും 2 അധ്യാപകരുടെ സൗഹൃദ സംഭാഷണങ്ങൾ. ഞാൻ അധ്യാപികയല്ല, പ്രജനാണ് അധ്യാപകനായിരുന്നത്. പിന്നെ അസ്കർ ഹുസൈൻ പറയുന്നുണ്ട് പ്രവിത നല്ല ടയേർഡാണ്, ഇന്ന് റെസ്റ്റ് എടുക്കാമായിരുന്നു, ഇന്ന് ഏർലി മോർണിംഗ് ഡ്യൂട്ടി തുടങ്ങിയത് കൊണ്ടാവണം. ഓൾവേസ് ഹെൽത്ത് ഈസ് ഫസ്റ്റ്. ഈ ജോലിയിൽ അങ്ങനെ നമുക്ക് ഹെൽത്ത് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ടയേർഡാണ്, അത് സത്യമാണ്. ലവേഷ് കുമാർ പറയുന്നു പ്രജിൻ പ്രവിത ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ SMS വായിക്കാം കേട്ടോ. ലബേഷ് ലിബിന സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് വായിച്ചിരിക്കുന്നു. ലബേഷ് ഇടയ്ക്കിടയ്ക്ക് ലബേഷ് നമ്മുടെ കമന്റ് ചെയ്യുന്ന ആളാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ്. ഇടവേള കുറച്ച് കൂടുതലാണെന്ന് ബീന ജയ് പറഞ്ഞു. അത് ഓണക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ ഇടവേള കൂടി വരുന്നത്. അപ്പം അല്ലമീൻ പറയുന്നുണ്ട് എൻ്റെ 2 ചങ്കുകളും 2 വരി മാപ്പിളപ്പാട്ട് പാടണം. നമ്മൾ മാപ്പിളപ്പാട്ട് പഠിച്ചിട്ട് പാടാം. പ്രജൻ അറിയോ മാപ്പിളപ്പാട്ട്? ഞാനും പണ്ട് പാടിയിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഉദുബത്ത് കരുത്ത് പെരുത്ത് കുശുംബന മസുബത് മേ കിബ്റാലേ ബഹുകുഫി തരയുവരുരത്താനേ പോരിന് കൊടി തോടി കുശലോട് കൊടു ബഹു കൊടുമയിലാടി വെക്കും കുഫ്രപ്പാട എന്ന് പറയുന്ന ഒരു ബദർപ്പാട്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു. മറന്നുപോയി ബാക്കി. അതോടൊപ്പം എന്താ ഇന്ന് എന്നെ കണ്ടിരുന്നു രാവിലെ എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ കമൻസ് കാണാൻ എനിക്ക് തൃപ്പൂണിത്തുറയിലുള്ള ആരൊക്കെ. അപ്പം നമ്മൾ ഇന്ന് അത്തച്ചമയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയ മഴ പെയ്തു. പക്ഷെ എന്നാലും അതിനെയൊക്കെ കാര്യമാക്കാതെ ഞാനൊരു 3-4 കിലോമീറ്റർ നടന്നു. മിനിബാബു പറയുന്നു ആദ്യത്തെ വെള്ളിക്ക് പകരമായി ഉദ്ദേശിച്ചത് നമ്മുടെ പാട്ടിനിടയിൽ വന്ന ശബ്ദമിടറിനെ കുറിച്ചാണ്. അതിന് പകരമായി ഓണത്തുമ്പി എന്ന പാട്ട് പാടും. ഓണത്തുമ്പി എന്ന പാട്ടിന് പകരം വേറൊരു പാട്ട് പാടിയല്ലോ. ഇന്ന് അത്തമായിരുന്നു. അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നനം പാടി പൊന്നു ഞാലിലാടി തെന്നലെ വാ ഒന്നാന കുന്നിലൂടി വാ. ശ്രുതി ജോയ് എന്ന് പറയുന്ന ഐഡിയ പ്രവിധ യൂത്ത് ഫെസ്റ്റിവൽ ഓർമ്മകൾ പറ. ഞാൻ മാപ്പിളപ്പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ പഠിച്ച ശ്രുതി ആയിരിക്കാനാണ് സാധ്യത. എനിക്കങ്ങനെ തോന്നുന്നു. DP പിക്ചർ ക്ലിയർ അല്ല. ആണെങ്കിൽ ശ്രുതി ഭയങ്കര നല്ലൊരു പാട്ടുകാരിയായിരുന്നു. അപ്പോൾ ശ്രുതിയുടെ ആ കമൻറ്റ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ശ്രുതിയെ കാണുന്നത് ഈ കമൻറ്റ് ബോക്സിൽ കേട്ടോ. അത് കമൻറ്റ് ബോക്സിലല്ല, നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു കോൺടാക്ട് ഉണ്ടാവുന്നത്. ആ ശ്രുതി ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. നോയൽ എക്സ് പറഞ്ഞു ഞാൻ ആദ്യമായാണ് ഒരു മെസ്സേജ് ഇടുന്നത്, നല്ല അവതരണം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഇടയ്ക്ക് ചില പ്രേക്ഷകരുടെ കമൻസ് നമ്മൾ എടുത്തു വെച്ചിട്ട് അത് നമുക്ക് ചിലപ്പം താഴേക്ക് കമൻസ് വരുമ്പോൾ അത് മാറിപ്പോവാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാ പ്രേക്ഷകരുടെയും കമൻസ് വായിക്കുന്നില്ല. ഞങ്ങളുടെ കമന്റ് എന്താ വായിക്കാത്തത് എന്ന് ചോദിക്കുന്നു. വൈസ് ക്വിസ് ഇതാ എന്നാൽ ഞാനും കുറച്ചിടാം, വായിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നിഷാദ് ബി പറയുന്നുണ്ടോ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെയാണ് പ്രജനും പ്രവിധിയും എന്നും അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ത് നിഷാദിന്റെ കമന്റ് വായിക്കണം എന്ന്. നിഷാദെ വായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ അത്തച്ചമയ റിപ്പോർട്ടിലേക്ക് പോയാലോ. അതെ, മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നടന്നു. നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു. അത്തം നഗറിൽ സ്പീക്കർ AN ഷംസീർ പതാക ഉയർത്തിയതോടെ സംസ്ഥാനത്തെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾക്കും തുടക്കമായി. രാവിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷം ആഘോഷങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക. എന്നാൽ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ മഴ മാറി നിന്നു. പിന്നീട് അത്തം നഗറിൽ സ്പീക്കർ AN ഷംസീർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്നതാണ് ഓണം. സമഭാവനയുടെ, സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര. സാംസ്കാരിക കലാരൂപങ്ങൾ, വർണ്ണക്കുടകൾ, പുലിക്കളി, കാവടിയാട്ടം, കരകാട്ടം എന്നിവ ഘോഷയാത്രയ്ക്ക് നിറം പകർന്നു. ആയിരക്കണക്കിന് പേരാണ് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായി എത്തിയത്.
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തച്ചമയത്തിന്റെ ഭാഗമായുള്ള ചില പരിപാടികൾ വെട്ടിക്കുറച്ചെങ്കിലും ഘോഷയാത്ര അടക്കമുള്ള ആചാരങ്ങൾക്ക് മുടക്കമില്ല. പതിറ്റാണ്ടുകളുടെ പെരുമയുള്ള അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണത്തെ വരവേൽക്കുകയാണ് മലയാളികൾ. അടുത്ത 10 നാൾ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ. തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ നിന്ന് ടീം 24. ഞാൻ നിതിനംബുജനും കൂടെ ഒരുമിച്ചാണ് കുറേ ദൂരം നടന്നത്. മൊത്തത്തിൽ കളറായിരുന്നു അല്ലേ? മൊത്തത്തിൽ കളറായിരുന്നു. പ്രത്യേകിച്ച് മാവേലിയുടെ അടുത്ത് വന്നിട്ടേ ഹാപ്പി ഓണം മാവേലി എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കുന്നതൊക്കെ കണ്ടു. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായാലും അത്തച്ചമയ ഘോഷയാത്ര അത് ഈ തൃപ്പൂണിത്തുറയിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അത് ഈ പറയുന്ന പോലെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികളുടെ തുടക്കം കൂടിയാണ്. ഇത്തവണ അങ്ങനെ വലിയ രീതിയിൽ ഓണാഘോഷങ്ങളില്ലെങ്കിലും വയനാട് നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആർഭാടമായ ഓണാഘോഷങ്ങളില്ലെങ്കിലും ഓണം വന്നാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണം നമ്മുടെ എന്താണ് പറയുക മതമൈത്രിയുടെ ഒരു പ്രതീകം കൂടിയാണല്ലോ. അപ്പോൾ ഇനിയും ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ QR കോഡ് ഒരിക്കൽ കൂടി കാണിച്ചു തരാം പ്രേക്ഷകരിലേക്ക്. ചില പ്രേക്ഷകർക്ക് അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സ്ക്രീനിൽ 2 തവണ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഫേസ്ബുക്ക് പേജിലും 24ന്റെ ഫേസ്ബുക്ക് പേജും ഒപ്പം തന്നെ 24ന്റെ ഇൻസ്റ്റഗ്രാം പേജ്, ഈ 2 ഇടങ്ങളിലും നമ്മൾ ഈ 1 മണിക്കൂർ നേരം ഈ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്യാം. വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നേരെ സ്ക്രീനിലേക്ക് എത്താം. നേരിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങളെ ലോകം കാണട്ടെ, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയട്ടെ. വെൽക്കം ബാക്ക്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മളുടെ ഗുഡ് നൈറ്റ് ഷോ അതാ ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രുതി ജോ ഇതാ കമന്റ് ഇട്ട്, യെസ് ഡിയർ ഞാൻ തന്നെയാണ്. അപ്പം ശ്രുതിയെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് പ്രേക്ഷകരോട് പറയാം, നല്ല അസാധ്യമായി പാടുന്ന കുട്ടിയായിരുന്നു. അപ്പം ശ്രുതി ഞാനും കൂടി ഇങ്ങനെ പാടുമായിരുന്നു ക്ലാസ്സിലിരുന്നിട്ട് ഫ്രീ ടൈമിലൊക്കെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് യൂത്ത് ഫെസ്റ്റിവലിനേക്കാൾ. നേരത്തെ ബ്രേക്ക് പോയപ്പോൾ ശ്രുതി പാടിയ പാട്ടുകളൊക്കെ എനിക്ക് പ്രവിധ കാണിച്ചില്ലായിരുന്നു. ഒരുപാട് സന്തോഷം ശ്രുതി. കമന്റ് ബോക്സിൽ നമ്മൾ അറിയാത്ത ആളുകളെയാണ് കൂടുതൽ കാണാറ്. അപ്പൊ അറിയുന്ന ഒരാൾ കമന്റ് ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോവാം. ഈ നമ്മൾ എന്താണ് പറയുക, നേരത്തെ വയനാടിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഓണാഘോഷത്തിൻ്റെ സമയത്ത് വയനാടിനെ മറക്കുന്നില്ല. അവരൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. അതുപോലെ കൊല്ലത്ത് നിന്നൊരു കഥ വരുന്നു. മരണശേഷവും ഓർമ്മകളിൽ പലരും ജീവിക്കാറുണ്ട്. അതുപോലെ മരണശേഷവും ജീവിക്കുന്ന ഒരു അധ്യാപികയുണ്ട് കൊല്ലത്ത്. ഒരുപാട് പേർക്ക് വലിയ സന്ദേശം പകർന്ന ഒരു അധ്യാപിക. കൊല്ലം കുഴിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ബി ഡാലിയ ടീച്ചർ ആണ് ഈ വ്യക്തി. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കാം. ഇതാണ് കൊല്ലം കരുനാഗപ്പള്ളി ആലുംകടവ് സ്വദേശിയായ ഡാലിയ ടീച്ചർ. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് കിംസ് ആശുപത്രിയിലെത്തിച്ച ഡാലിയ ടീച്ചർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഇതോടെ ടീച്ചറിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. അങ്ങനെ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചികിത്സയിലുള്ള തൃശൂർ ചാവക്കാട് സ്വദേശിനി 14 വയസ്സുകാരിക്ക് ഹൃദയം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഹൃദയവും 2 വൃക്കകളും കരളും 2 കണ്ണുകളും ഉൾപ്പെടെ 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്. കൊല്ലം കുഴിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ഡാലിയ അങ്ങനെ അനുഷ്കയ്ക്കും പുതുജീവനേകാൻ നിയോഗമായി. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവും സ്നേഹവും കരുതലും പകർന്ന ഹൃദയം അങ്ങനെ വീണ്ടും മിടിക്കുകയാണ്. ഡാലിയ ടീച്ചർ വലിയ സന്ദേശമാണ് തന്റെ ജീവിതത്തിലൂടെ മരണാനന്തരവും നൽകുന്നത്. 24 കൊല്ലം. അങ്ങനെ ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഡാലിയ ടീച്ചർ വിടവാങ്ങിയത്. എത്ര ശിഷ്യഗണങ്ങളാണ് അവിടെ വന്നത് ടീച്ചർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അപ്പോൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിട്ടുണ്ട് ടീച്ചർ, അവർ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടെന്ന കാര്യം അതിൽ നിന്ന് വ്യക്തവുമാണ്. അവരെല്ലാം പൊട്ടിക്കരഞ്ഞാണ് ടീച്ചറെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തുകയും ചെയ്തത്.
മുൻപ് പറഞ്ഞൊരു വാർത്ത ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ഹത്രസിൽ മിനി ട്രക്കിൽ ബസ്സിടിച്ച് മരണം 15ആയി. 11 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ആശുപത്രി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ അപകടമാണ് ഉണ്ടായത്. 15 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദിനേശ് ഹരിപ്പാട് മെസ്സേജ് അയക്കുന്ന ഹായ് പ്രജൻ പ്രവിത, ഞാൻ അരുണാചൽ ചൈന ബോർഡറിൽ ഡ്യൂട്ടിയിലാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നെഹ്റു ട്രോഫി വള്ളം കളിക്ക് കമന്ററി പറയാൻ നിങ്ങൾ രണ്ടാളും എസ്കേനും വിജയേട്ടനൊപ്പം വരണം എന്ന് പറയുന്നു. ഞാനും കാണും ദിനേശ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നാണല്ലേ. ഇപ്പോൾ അരുണാചൽ ചൈന ബോർഡറിലാണ് ദിനേശ് ഹരിപ്പാട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമ്മുടെ എന്താണ് പറയാ സൈനികനാണ്. മിനി ബാബു എന്തൊരു പരിഭവം പറയുന്നുണ്ട്, പ്രവിധമാണ് അങ്ങനെ പറയരുത്, ഞങ്ങളൊക്കെ എത്ര വർഷമായി നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്നിട്ട് ഞങ്ങൾ അറിയില്ല, അങ്ങനെ പറഞ്ഞോ? അറിയില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കൂടെ പഠിച്ച ആളുകളെ കുറിച്ച്, കൂടെ പഠിച്ച ഒരാൾ ആദ്യമായിട്ടാണ് എനിക്ക് കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടുന്നത്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തൊരു വ്യക്തി. അപ്പൊ കമന്റ് ബോക്സിലൂടെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇബ്രാഹിം ബി പി പറയുന്നു പ്രവിധിയുടെ വോയിസ് അസാധ്യം എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ എന്നെ ഓക്കെ. അപ്പം സതീഷ് പറഞ്ഞു നിങ്ങളുടെ കൂടെ പഠിച്ചതായിട്ടല്ലേ നിങ്ങൾ വായിച്ച, അല്ലെങ്കിൽ വായിക്കും. അപ്പൊ അപ്പൊ നമ്മൾ ഇത്രയും ദിവസങ്ങൾ വായിച്ച കമന്റ്സ് ഒക്കെ നമ്മൾ എന്റെ കൂടെ പഠിച്ച ആൾക്കാരുടെ ആണോ സതീഷ് ചേട്ടാ? ഇങ്ങനൊന്നും പറയല്ലേ. നിഷാദിൻ ഇന്നത്തെ കോട്ടാണ്, മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം എന്ന് പറയുന്നു നിഷാദ് വി. റീന സതീശൻ പറയുന്നു ഇന്ന് ഘോഷയാത്ര റിപ്പോർട്ടിങ്ങിലെ സ്മിതയുടെ ഡാൻസ് സൂപ്പറായിരുന്നു. പ്രവിതയ്ക്കൊന്ന് സ്മിതയുടെ കൂടെ കൂടാമായിരുന്നു, പക്ഷെ ഞാൻ ഒരുപാട് ഫ്രണ്ടിലും ചേച്ചി ബാക്കിലും ആയിരുന്നു. അപ്പം ഞാൻ കണ്ടില്ല ചേച്ചിയുടെ ഡാൻസ്. ഇപ്പോഴാണ് ഇനി കമന്റ് കാണുമ്പോൾ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജൂലാന മണ്ഡലത്തിൽ മത്സരിക്കും. ഉത്തർപ്രദേശിലെ ഹത്രസിൽ മിനി ട്രക്കിൽ ബസ്സിടിച്ച് 15 പേർ മരിച്ചു, 16ഓളം പേർക്ക് പരുക്കം. ലൈംഗിക പീഡനാരോപണത്തിൽ നടൻ നിവിൻ പോളി പാസ്പോർട്ടിന്റെ പകർപ്പ് DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയെ പൂച്ച കടിച്ചു. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ 34-ാം വാർഡിലാണ് സംഭവം. കോഴിക്കോട് നാദാപുരം തണ്ണീർപ്പന്തലിൽ മുളകുപൊടി എറിഞ്ഞ് വ്യാപാരിയെ ആക്രമിച്ച ശേഷം പണം കവർന്നു. താവോടി താഴെ ഇബ്രാഹിമിനെയാണ് ആക്രമിച്ചത്. മണിപ്പൂരിൽ വീണ്ടും റോക്കറ്റ് ആക്രമണം. മുൻ മുഖ്യമന്ത്രി മൈരമ്പം കൊയ്റങ് സിംഗിന്റെ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഒരു ചെറിയ ഇടവേള കൂടി വേണം, അത് കഴിഞ്ഞ് മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഞങ്ങൾ ഈ കമന്റ്സിലൂടെ ഒന്ന് പോവുകയായിരുന്നു. സുരേഷ് ബാബു, നിങ്ങൾ ഈ സ്ഥിരം 1-2 പേരുടെ മെസ്സേജ് മാത്രം വായിക്കല്ലേ, ഞങ്ങളും സ്ഥിരമായി കാണുന്നവരാണ്, മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് സുരേഷ് ബാബു വളരെ ദേഷ്യത്തിൽ പറയുന്നു. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു പ്രജിൻ പ്രവി, നിങ്ങൾക്ക് പുതിയ പ്രേക്ഷകരെ കിട്ടിയപ്പോൾ പഴയ പ്രേക്ഷകരായി ഞങ്ങളെയൊക്കെ മറക്കുകയാണോ? SKയോട് കംപ്ലൈന്റ് പറയാൻ പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ പറയരുത്, ഇതാ വായിച്ചിരിക്കുന്നു. Alfonsa Home, can you tell one hi to Saint Alfonsa Home in Mangalore? We are 240 inmates എന്ന് പറയുന്നു. ഹായ്, ഒരുപാട് സന്തോഷം പറയുന്നു. അതെ, രണ്ടാളും ഇന്ന് ലാസ്റ്റ് സോങ് പാടാതെ മുങ്ങിയാൽ നാളെ നമ്മൾ പ്രാപ്രായിക്ക് നേരെ സമരം ചെയ്യും. പോകാം. ഗൂഗിൾ തൽക്കാലം നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാവുന്നുണ്ട്. ഗൂഗിൾ മലയാളം പറയുന്നത് ഫാൻ ഓഫ് ബോത്ത് ഓഫ് യു ഫ്രം സിംബാബ്വെ. ഓക്കേ, അത് കണ്ടു. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം പ്രവിത. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് 100 ന്യൂസിന്റെ ഫാൻ ആണ്. 100 ന്യൂസിന്റെ ഫാൻ ആണ് UK യിൽ. അപ്പോൾ നമുക്ക് 100 ന്യൂസ് ആണല്ലോ അല്ലേ? അതെ, 100 ന്യൂസ് കൊടുക്കാം. അപ്പോൾ 100 വാർത്തകളുമായിട്ട് കീർത്തന റെഡിയാണ്. തൽക്കാലം ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡ് അപ്പ് ചെയ്തു. നാളെ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.